നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിസൈൻ പാറ്റേൺസ് ആണ്. നമ്മളിപ്പോൾ കുറേ മോഡൽസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സിസ്റ്റം മോഡൽസ് ഒക്കെ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് ഡിസൈൻ പാറ്റേൺസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോഫ്റ്റ്വെയറിൻ്റെ വേരിയസ് ഡിസൈൻ പാറ്റേൺസ് ആണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, so in software engineering, a design pattern is a general, repeatable solution to a commonly occurring problem in software design. അപ്പോൾ നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഡിസൈനിൽ കോമൺ ആയിട്ട് ഉണ്ടാവുന്ന കുറച്ച് പ്രോബ്ലംസ് അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ്, ജനറൽ ആയിട്ട് അതായത് കോമൺ ആയിട്ട് ഉണ്ടാകുന്ന സംഭവങ്ങളുണ്ടല്ലോ അല്ലേ, അപ്പോൾ അതിന് നമുക്കൊരു ജനറൽ പാറ്റേൺ ഡിറൈവ് ചെയ്യാം. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ജനറൽ ആയിട്ടുള്ള പാറ്റേൺസ് ആണ് in the design patterns എന്ന് പറയുന്നത്. Okay, and a design pattern isn't a finished design that can be transformed directly into code. It is a description or template for how to solve a problem that can be used in many different situations. അപ്പോൾ നമുക്ക് ഈ ഒരു ഡിസൈൻ പാറ്റേൺ ആസ് സച്ച് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതൊരു ടെംപ്ലേറ്റ് ആണ്. നിങ്ങൾ ടെംപ്ലേറ്റ് ഒക്കെ കേട്ടിട്ടും കണ്ടിട്ടും ഉണ്ടാവും അല്ലേ? നമ്മൾ ടെംപ്ലേറ്റ് ഉണ്ടാവും. ആ ടെംപ്ലേറ്റിന് മുകളിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മളേതാക്കി മാറ്റാം നമുക്ക് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കോമൺ ഒരു ജനറൽ ടെംപ്ലേറ്റ് പോലെയായിരിക്കും ഈ ഡിസൈൻ പാറ്റേൺസ് ഉണ്ടാവുക. നമുക്കിതിനെ ആസ് സച്ച് യൂസ് ചെയ്യാൻ പറ്റില്ല. പകരം എന്താ ചെയ്യണേ, നമുക്ക് അതിലേക്ക് വേണ്ട ഫങ്ഷണാലിറ്റീസൊക്കെ ആഡ് ചെയ്യാനും അതിൽ നമുക്ക് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട് നമുക്ക് നമ്മളുടെ രീതിയിൽ തന്നെ യൂസ് ചെയ്യാനാണ് പറ്റുക. ഓക്കെ, then uses of design pattern. Design patterns can speed up the development process by providing tested പ്രൂവൺ ഡെവലപ്മെൻറ്റ് പാരാഡിംസ്. നമുക്ക് ഓൾറെഡി ഉള്ള സാധനമാണ് അല്ലേ, ഓൾറെഡി ഉള്ള ടെംപ്ലേറ്റ് ആണ്. ജനറൽ ടെംപ്ലേറ്റ് ഓൾറെഡി ഉള്ളതാണ്. അത് എങ്ങനത്തെയാണ്, ഓൾറെഡി ടെസ്റ്റ് ചെയ്തിട്ട് ഗുഡ് കണ്ടീഷനിലുള്ള കുറച്ച് ടെംപ്ലേറ്റ്സ് ആണ്, ജനറൽ ടെംപ്ലേറ്റ്സ് അല്ലെങ്കിൽ ജനറൽ പാറ്റേൺസ് ആണ്. സോ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സ്പീഡപ്പ് ആക്കാൻ പറ്റും നമ്മളെ ഡിസൈൻ സ്റ്റേജസ്. Then, effective software design requires considering issues that may not become visible until later in the implementation. And reusing design patterns help to prevent subtle issues that can cause major problems and improve code readability for coders and architects familiar with the patterns. അപ്പോൾ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ റീയൂസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ? ഡിസൈൻ പാറ്റേൺസ് കുറേ ഉണ്ട്. ആ എക്സിസ്റ്റിംഗ് ഡിസൈൻ പാറ്റേൺസ് ആണ് നമ്മൾ റീയൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന പല ഇഷ്യൂസും നമുക്ക് ഇതിന്ന് ഓവർകം ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ ഇത് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ആണ്, അതിൻ്റെ മുകളിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന പല ഇഷ്യൂസ് ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഈ ഒരു ഇതിൽ ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡിസൈൻ പാറ്റേൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ കോഡ് റീഡബിലിറ്റി കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, ദെൻ വേണ്ടത് പറഞ്ഞുതരാം കേട്ടോ. Patterns allow developers to communicate using well-known, well-understood names for software interactions. അപ്പോൾ നമുക്ക് ഈ പാറ്റേൺസ് എന്താ ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് വെൽ നല്ലോണം മനസ്സിലായിട്ടുള്ളതും ആയിട്ടുള്ള നെയിംസ് വെച്ചിട്ട് സോഫ്റ്റ്വെയർ ഇൻറ്ററാക്ഷൻ നടത്താൻ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൻഡ് കോമൺ ഡിസൈൻ പാറ്റേൺസ് ക്യാൻ ബി ഇംപ്രൂവ്ഡ് ഓവർ ടൈം, മേക്കിംഗ് ദം മോർ റോബസ്റ്റ് ആൻഡ് അഡ്ഹോക് ഡിസൈൻസ്. അപ്പോൾ ഈ കോമൺ ആയിട്ട് വരുന്ന കുറച്ച് 3 ഡിസൈൻ പാറ്റേൺസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതൊക്കെ ഈ ഓരോ ടൈമിനനുസരിച്ച് അതിലും ആ ഒരു ജനറൽ പാറ്റേൺ അല്ലേ അതിലും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് പാറ്റേൺ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് പാറ്റേൺ ഇസ് ദി creational design patterns. Okay, these design patterns are all about class instantiation. നമുക്ക് ക്ലാസ്സും ഒബ്ജക്ട്സും ഒക്കെ പറയാം അല്ലേ, നമ്മളെങ്ങനെ ഇവിടെ യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ലാസ്റ്റ് എടുത്ത ടോപ്പിക്കും അത് തന്നെയായിരുന്നു, ഒബ്ജക്റ്റ് മോഡലിൽ നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്ന രീതിയിലൊക്കെ. അപ്പം ഈ ക്രിയേഷണൽ ഡിസൈൻ പാറ്റേൺസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ക്ലാസ് ഇൻസ്റ്റാൻഷിയേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ മെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ് ദിസ് പാറ്റേൺ ക്യാൻ ബി ഫർദർ ഡിവൈഡഡ് ഇൻ ടു ക്ലാസ് ക്രിയേഷൻ പാറ്റേൺസ് ആൻഡ് ഒബ്ജക്റ്റ് ക്രിയേഷണൽ പാറ്റേൺസ്. അപ്പോൾ ഈ ക്രിയേഷണൽ ഡിസൈൻ പാറ്റേണിനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്നെന്താണ്, ക്ലാസ് ക്രിയേഷൻ പാറ്റേണും രണ്ടാമത്തെ നമുക്ക് എന്ത് പറയാം, ഒബ്ജക്റ്റ് ക്രിയേഷണൽ പാറ്റേണും പറയാം. While class creation pattern
patterns use inheritance effectively in the instantiation process. Object creation patterns use delegation effectively to get the job done. ഇതിൽ ക്ലാസ് ക്രിയേഷൻ പാറ്റേണിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഹെറിറ്റൻസും കാര്യങ്ങളൊക്കെയാണ്. ആൻഡ് ഒബ്ജക്റ്റ് ക്രിയേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഡെലിഗേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ ഇസ് ദി അബ്സ്ട്രാക്ട് ഫാക്ടറി. ഇവിടെ യൂസ് ചെയ്യുന്ന കുറച്ച് ക്ലാസ്സുകളാണ് അബ്സ്ട്രാക്ട് ഫാക്ടറി. അബ്സ്ട്രാക്ട് ഫാക്ടറി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സെവറൽ ഫാമിലീസ് ഓഫ് ക്ലാസ്സസ്. നമുക്ക് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷനിലാണെങ്കിൽ ആ ആപ്ലിക്കേഷനിൽ നമുക്ക് ഒരുപാട് എൻറ്റിറ്റീസ് ഉണ്ടാവും അല്ലേ? ആ എൻറ്റിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ടൊക്കെ നമുക്ക് എന്താ ഉണ്ടാവുക? ഇവിടെ ക്ലാസ് ആണ് ഉണ്ടാവുക. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആകുമ്പോൾ ക്ലാസ് ആണ് ഉണ്ടാവുക. സോ നമുക്ക് എന്താ ഒരുപാട് ക്ലാസ്സസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടി വരില്ലേ? സോ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് അബ്സ്ട്രാക്ട് ഫാക്ടറി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ബിൽഡർ. ബിൽഡർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സെപ്പറേറ്റ്സ് ഒബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ ഫ്രം ഇറ്റ്സ് റെപ്രസെൻറ്റേഷൻ. ഒബ്ജക്റ്റ് കൺസ്ട്രക്റ്റും ചെയ്യാം, ഒബ്ജക്റ്റിന് റെപ്രസെൻറ്റേഷനും ഉണ്ടാവും അല്ലേ? സോ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ബിൽഡർ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഫാക്ടറി മെത്തേഡ്. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ ഇൻസ്റ്റൻസ് ഓഫ് സെവറൽ ഡിറൈവ്ഡ് ക്ലാസ്. നമുക്ക് കുറേ ഡിറൈവ്ഡ് ക്ലാസ് ഉണ്ടാവും അല്ലേ? നമുക്ക് പഠിച്ചിട്ടുണ്ടാവും, പറഞ്ഞിട്ടുമുണ്ട് തോന്നുന്നു. പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരിത് പറയുകയാണെങ്കിൽ ഒരു കോളേജിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്റ്റുഡൻസും ടീച്ചേഴ്സും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. സോ നമുക്ക് പേഴ്സൺ എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. ആ പേഴ്സൺ എന്ന് പറഞ്ഞ ക്ലാസ് ഡിറൈവ് ചെയ്തതായിരിക്കും എന്ത്? സ്റ്റുഡൻറ്റും ടീച്ചറും ഒക്കെ തന്നെ അല്ലേ? സോ അങ്ങനെയുള്ള ഡിറൈവ്ഡ് ക്ലാസ്സസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത്? ഫാക്ടറി മെത്തേഡ്സ്. ഓക്കെ, പിന്നെ വരുന്നതാണ് ഒബ്ജക്റ്റ് പൂൾ. ഇറ്റ് അവോയ്ഡ് എക്സ്പെൻസീവ് അക്വിസിഷൻ ആൻഡ് റിലീസ് ഓഫ് റിസോഴ്സസ് ബൈ റീസൈക്ലിംഗ് ഒബ്ജക്ട്സ് ദാറ്റ് ആർ നോ ലോങ്ങർ ഇൻ യൂസ്. അപ്പം നമ്മളെന്താണ് കുറേ ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷനിൽ ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇപ്പം നമുക്ക് ഒരു ഒബ്ജക്റ്റിൻ്റെ യൂസ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഒഴിവാക്കും അല്ലേ? അങ്ങനെ യൂസ് കഴിഞ്ഞ ഒബ്ജക്ട്സിനെയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പൂളാണ് ഒബ്ജക്റ്റ് പൂൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും നമുക്ക് വേറൊരു ഒബ്ജക്റ്റ് ആവശ്യമായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഈ എക്സിസ്റ്റിംഗ് പൂളില്ലേ, ഒബ്ജക്റ്റ് പൂൾ ഉണ്ടല്ലോ, പൂളിൽ ഓൾറെഡി നമ്മൾ ഒഴിവാക്കി അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞ കുറേ ഒബ്ജക്ട്സ് ഉണ്ടാവും. അത് നമുക്ക് എന്ത് ചെയ്യാം? റീയൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് യൂസ് ചെയ്യുന്നതാണ് ഒബ്ജക്റ്റ് പൂൾ. ആൻഡ് അങ്ങനെ റീയൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എക്സ്പെൻസ് കുറയുകയും ചെയ്യും. Okay, next is prototype, a fully initialized instance to be copied or cloned. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ മോഡൽ അല്ലേ? നമുക്ക് എന്താണോ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോപ്പിയാണ് എന്ത്? പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. ദെൻ സിംഗിൾട്ടൺ, എ ക്ലാസ് ഓഫ് വിച്ച് ഓൺലി എ സിംഗിൾ ഇൻസ്റ്റൻസ് ക്യാൻ എക്സിസ്റ്റ്. നമുക്കറിയാം ചില ക്ലാസ്സിൽ 10 ഒബ്ജക്ട്സ് ഉണ്ടാവും, ചില ക്ലാസ്സിന് 100 ഒബ്ജക്ട്സ് ഉണ്ടാവും. അങ്ങനെ ഓരോ ക്ലാസ്സിനും എത്ര ഒബ്ജക്ട്സ് വേണമെങ്കിലും ഉണ്ടാവാം അല്ലേ? സോ ഇപ്പോൾ ഒരു ക്ലാസ്സിന് ഒരു സിംഗിൾ ഒബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള നമുക്ക് എന്ത് പറയാം? സിംഗിൾട്ടൺ എന്ന് പറയാം. എ ക്ലാസ് വിച്ച് ഹാസ് ഓൺലി എ സിംഗിൾ ഇൻസ്റ്റൻസ്. സിംഗിൾ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഒബ്ജക്റ്റ് അല്ലേ? ഒരു ക്ലാസ്സിന് ഒരു സിംഗിൾ ഒബ്ജക്റ്റേ ഉള്ളൂ എന്നെങ്കിൽ നമ്മളതിനെ സിംഗിൾട്ടൺ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിയേഷണൽ ഡിസൈൻ പാറ്റേൺസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദി സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേൺസ്. നോക്കാം. ദീസ് ഡിസൈൻ പാറ്റേൺസ് ആർ ഓൾ അബൌട്ട് ക്ലാസ് ആൻഡ് ഒബ്ജക്റ്റ് കോമ്പോസിഷൻ. അപ്പോൾ നമുക്കറിയാം കുറേ ഒബ്ജക്ട്സ് കൂടിയിട്ടുള്ള ഒരു ക്ലാസ് ഉണ്ടാവുക അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സിൻ്റെയും ഒബ്ജക്ട്സിൻ്റെയും കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ട് വരുന്നതാണ് സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ ക്ലാസ് ക്രിയേഷൻ പാറ്റേൺസ് യൂസ് ഇൻഹെറിറ്റൻസ് ടു കമ്പോസ് ഇൻ്റർഫേസസ്. ഇതിൽ നമ്മൾ ഈ ഓരോ ഇൻ്റർഫേസിനെ ഡിറൈവ് ചെയ്യാനൊക്കെ എന്താ യൂസ് ചെയ്യുന്നത്? ഇൻഹെറിറ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സ്ട്രക്ചറൽ ഒബ്ജക്റ്റ് പാറ്റേൺസ് ഡിഫൈൻ വേസ് ടു കമ്പോസ് ഒബ്ജക്റ്റ് ടു ഒബ്റ്റെയിൻ ന്യൂ ഫങ്ഷനാലിറ്റി. അപ്പോൾ അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഒബ്ജക്റ്റ് പാറ്റേണിൽ കുറേ മെത്തേഡ്സ് ഉണ്ട് പുതിയ ഫങ്ഷനാലിറ്റീസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്ജക്റ്റിലേക്ക്. ഇനി നോക്കാം ഓരോന്ന്. അഡാപ്റ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? മാച്ച് ഇൻ്റർഫേസസ് ഓഫ് ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഒരു ക്ലാസ്സിന് എന്തൊക്കെ ഇൻ്റർഫേസസ് ഉണ്ടോ അതിനൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അഡാപ്റ്റർ. പിന്നെ വരുന്നതാണ് ബ്രിഡ്ജ്. ഇറ്റ് സെപ്പറേറ്റ്സ് ആൻ ഒബ്ജക്റ്റ് ഇൻ്റർഫേസ് ഫ്രം ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ. ഒരു ഒബ്ജക്റ്റിന് ഇൻ്റർഫേസ് ഉണ്ടാവും അല്ലേ? ഇൻ്റർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ഡെഫിനിഷൻ ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഉണ്ടാവും. ഒബ്ജക്റ്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസ്. അപ്പോൾ ഒബ്ജക്റ്റിൻ്റെ ഇൻ്റർഫേസിനെയും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെയും സെപ്പറേറ്റ്
ചെയ്യുന്നതാണ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് കോമ്പോസിറ്റ്, എ ട്രീ സ്ട്രക്ചർ ഓഫ് സിമ്പിൾ ആൻഡ് കോമ്പോസിറ്റ് ഒബ്ജക്റ്റ്. ഇതിൽ എന്താ ഉണ്ടാവുന്നത്? നമുക്ക് കുറേ ഒബ്ജക്ട്സ് ഉണ്ടാവും അല്ലേ? ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ചില ഒബ്ജക്ട്സ് സിമ്പിൾ ഒബ്ജക്ട്സ് ആവാം, ചില ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ കോമ്പോസിറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് കുറേ ഒബ്ജക്റ്റുകൾ കൂടിയിട്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഒബ്ജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഒരുപാട് ഒബ്ജക്ട്സ് കൂടിയിട്ടുള്ളതായിരിക്കും. അതിന് നമ്മൾ കോമ്പോസിറ്റ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിമ്പിൾ ഒബ്ജക്ട്സിൻ്റെയും കോമ്പോസിറ്റ് ഒബ്ജക്ട്സിൻ്റെയും ഒക്കെ ഒരു ഹയറാർക്കിക്കൽ സ്ട്രക്ചർ, അതാണ് കോമ്പോസിറ്റിലുള്ള. ദെൻ ഡെക്കറേറ്റർ, ഇറ്റ് ആഡ് റെസ്പോൺസിബിലിറ്റീസ് ടു ഒബ്ജക്ട്സ് ഡൈനാമിക്കലി. ഒബ്ജക്ട്സിലേക്ക് റെസ്പോൺസിബിലിറ്റീസ് ഓട്ടോമാറ്റിക് അല്ല ഡൈനാമിക്, അത് ടൈമിന് ബേസ് ചെയ്തിട്ട് ചേഞ്ചസ് വരുമല്ലോ, ഡൈനാമിക് ആയിട്ട് ആഡ് ചെയ്യുന്ന ഡെക്കറേറ്റർ. പിന്നെ ഫെക്കേഡ്, എ സിംഗിൾ ക്ലാസ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ആൻ എൻറ്റയർ സബ്സിസ്റ്റം. നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ട് വയ്ക്കുക, സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ കുറേ സബ് സിസ്റ്റംസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു എൻറ്റയർ സബ്സിസ്റ്റത്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ ക്ലാസ് നമ്മൾ എന്ത് പറയും? ഫെക്കേറ്റ് എന്ന് പറയും. ദെൻ ഫ്ലൈവെയ്റ്റ് എന്ന് പറയുന്നുണ്ട്, എ ഫൈൻ ഗ്രെയിൻഡ് ഇൻസ്റ്റൻസ് യൂസ്ഡ് ഫോർ എഫിഷ്യൻറ്റ് ഷെയറിങ്. നമുക്ക് ഓരോ റിസോഴ്സസ് ഒക്കെ ഷെയർ ചെയ്യാനുണ്ടാവും അല്ലേ? അപ്പോൾ ഒബ്ജക്ട്സിൻ്റെ ഇടയിൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റൻസ് ആണ് എന്ത്? ഫ്ലൈവെയ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് പ്രൈവറ്റ് ക്ലാസ് ഡാറ്റ, ഇറ്റ് റെസ്ട്രിക്ട് ആക്സസ് മ്യൂട്ട്. പ്രൈവറ്റ് നമുക്കറിയാലോ, നമുക്കൊരു ക്ലാസ്സിൽ പ്രൈവറ്റ് ഡാറ്റ ഉണ്ടാവും, പബ്ലിക് ഉണ്ടാവും, പ്രൊട്ടക്റ്റഡ് ഉണ്ടാവും. അതിൽ പ്രൈവറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈവറ്റ് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ് അല്ലേ? അതിൻ്റെ ആക്സസ് റെസ്ട്രിക്റ്റഡ് ഫ്രം ഔട്ട്സൈഡ് വേൾഡ് അല്ലേ? അല്ലെങ്കിൽ എല്ലാവർക്കും അതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും, ഇറ്റ് റെസ്ട്രിക്ട്സ് ആക്സസ് മ്യൂട്ടേറ്റ് ആക്സസ്, പുറത്തുനിന്നുള്ള ആക്സസ് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ പ്രോക്സി, ആൻ ഒബ്ജക്റ്റ് റെപ്രസെൻറ്റിങ് അനദർ ഒബ്ജക്റ്റ്. ഇപ്പോൾ പ്രോക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് എന്തിനായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക? വേറൊരു ഒബ്ജക്റ്റിനെ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടാവുക. അതിനെ നമ്മൾ എന്ത് പറയുക? പ്രോക്സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേൺസിൽ വരുന്നത്. പിന്നെ ഒന്നും കൂടി വരുന്നുണ്ട്, ബിഹേവിയറൽ ഡിസൈൻ പാറ്റേൺ. These design patterns are all about class object communication. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ് ഒബ്ജക്റ്റ് കോമ്പോസിഷൻ ആയിരുന്നു അല്ലേ? ഇത് ക്ലാസ്സും ഒബ്ജക്റ്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് എന്ത്? ബിഹേവിയറൽ പാറ്റേൺസ് എന്ന് പറയുന്നത്. ബിഹേവിയറൽ പാറ്റേൺസ് ആർ ദോസ് പാറ്റേൺസ് ദാറ്റ് ആർ മോസ്റ്റ് സ്പെസിഫിക്കലി കൺസേൺ വിത്ത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഒബ്ജക്ട്സ്. അപ്പോൾ ഒബ്ജക്ട്സിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ആണ് എന്ത്? നമ്മുടെ ബിഹേവിയറൽ ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന എന്തൊക്കെയാണ്? ചെയിൻ ഓഫ് റെസ്പോൺസിബിലിറ്റി. ചെയിൻ ഓഫ് റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേ ഓഫ് പാസിങ് എ റിക്വസ്റ്റ് ബിറ്റ്വീൻ എ ചെയിൻ ഓഫ് ഒബ്ജക്ട്സ്. ചെയിൻ ഓഫ് കുറേ ഒബ്ജക്ട്സ് ഉണ്ടാവും അല്ലേ? ഈ ഒബ്ജക്ട്സിൻ്റെ ഇടയിൽ റിക്വസ്റ്റ് പാസ് ചെയ്യുന്ന ഒരു മെത്തേഡിനാണ് നമ്മൾ ചെയിൻ ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുക. പിന്നെ കമാൻഡ്, എൻകാപ്സുലേറ്റ് എ കമാൻഡ് റിക്വസ്റ്റ് ആസ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ കമാൻഡ് റിക്വസ്റ്റിനെ എൻകാപ്സുലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കമാൻഡ്. ദെൻ ഇൻ്റർപ്രറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ വേ ടു ഇൻക്ലൂഡ് ലാംഗ്വേജ് എലമെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം. ഒരു ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, മീനിങ് എന്താണെന്നുള്ളത്. അപ്പോൾ ലാംഗ്വേജ് എലമെൻറ്റ്സ് ഒരു പ്രോഗ്രാമിലുള്ള ലാംഗ്വേജ് എലമെൻറ്റ്സിന് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻ്റർപ്രറ്റർ. ദെൻ ഐട്രേറ്റർ പറഞ്ഞാൽ സീക്വൻഷ്യലി ആക്സസ് ദി എലമെൻറ്റ്സ് ഓഫ് എ കളക്ഷൻ. ഒരു കളക്ഷൻ എന്ന് പറഞ്ഞാൽ കുറേ എണ്ണം ഉണ്ടാവും അല്ലേ? കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മെനി ഒബ്ജക്റ്റ്. അതിലുള്ള ഓരോന്നിനും നമ്മൾ സീക്വൻഷ്യലായിട്ട് 1 by 1 ആയിട്ട് ആക്സസ് ചെയ്യുക. അപ്പോൾ എന്താ, ഒന്നിനെ ആക്സസ് ചെയ്ത് വീണ്ടും അതിന് തന്നെ, അത് ഐട്രേറ്റർ എന്ന് പറഞ്ഞാൽ സെയിം സംഭവത്തിന് തന്നെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? സോ ഐട്രേറ്റർ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് എന്ന് ഓരോന്നിനെയും സീക്വൻഷ്യലി 1 by 1 ആയിട്ട് ആക്സസ് ചെയ്യാം. ദെൻ മീഡിയേറ്റർ, ഇറ്റ് ഡിഫൈൻ സിംപ്ലിഫൈഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ക്ലാസ്സസ്. ക്ലാസ്സസിൻ്റെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസ്സസിൻ്റെ ഇടയിലുള്ള സിംപ്ലിഫൈഡ് കമ്മ്യൂണിക്കേഷൻ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മീഡിയേറ്റർ. ദെൻ മെമെൻറ്റോ, ഇറ്റ് ക്യാപ്ചർ ആൻഡ് റീസ്റ്റോർ ആൻ ഒബ്ജക്ട്സ് ഇൻറ്റേർണൽ സ്റ്റേറ്റ്. ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻറ്റേർണൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് ക്യാപ്ചർ ചെയ്തിട്ട് അതിനെ റീസ്റ്റോർ ചെയ്യുന്നതാണ് മെമെൻറ്റോ എന്ന് പറയുന്നത്. ദെൻ ദർ കംസ് നൾ ഒബ്ജക്റ്റ്. അതെന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്? ടു ആക്ട് ആസ് ഡിഫോൾട്ട് വാല്യൂ ഓഫ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന് ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ 0 അല്ലെങ്കിൽ നള്ളാണ് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒന്നാണ് നൾ ഒബ്ജക്റ്റ്, നമ്മളെ ഒബ്ജക്റ്റിന് ഡിഫോൾട്ട് വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഒബ്സർവർ, ഇറ്റ്സ് എ വേ ഓഫ് നോട്ടിഫൈങ് ചേഞ്ച് ടു എ നമ്പർ ഓഫ് ക്ലാസ്സസ്. കുറേ ക്ലാസ്സസ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സസിനൊക്കെ ചേഞ്ച് ഒക്കെ വരികയാണെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഒബ്സർവ് ചെയ്യാണ്. ഏതെങ്കിലും ക്ലാസ്സസ് അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സസിന് ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് ഒബ്സർവ് ചെയ്യാണ്, എന്നിട്ട് അതിനെ നോട്ടിഫൈ ചെയ്യും. ദെൻ സ്റ്റേറ്റ്,
ആൾട്ടർ ആൻഡ് ഒബ്ജക്ട്സ് ബിഹേവിയർ വെൻ ഇറ്റ് സ്റ്റേറ്റ് ചേഞ്ചസ് അല്ലേ? എപ്പോഴാണ് ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുക? എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയർ മാറുമ്പോൾ അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താവും? ഒബ്ജക്റ്റിൻ്റെ ബിഹേവിയർ മാറും. രണ്ട് തരത്തിൽ നമുക്ക് പറയാം. സോ അത് തന്നെയാണ് സ്റ്റേറ്റ്. അതായത് നമ്മുടെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറെ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? അതിൻ്റെ ബിഹേവിയറിലും ചേഞ്ചസ് ഉണ്ടാവും. ഓക്കെ, പിന്നെ വരുന്നതാണ് സ്ട്രാറ്റജി. ഇറ്റ് എൻകാപ്സുലേറ്റ്സ് ആൻഡ് അൽഗോറിതം ഇൻസൈഡ് എ ക്ലാസ്. സ്ട്രാറ്റജി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിൽ അൽഗോറിതം എൻകാപ്സുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കംസ് ടെംപ്ലേറ്റ് മെത്തേഡ്. ഇറ്റ് ഡിഫേഴ്സ് ദി എക്സാക്ട് സ്റ്റെപ്സ് ഓഫ് ആൻ അൽഗോറിതം ടു എ സബ് ക്ലാസ്. ഒരു സബ് ക്ലാസ് ഉണ്ടെന്ന് വിചാരിക്കുക. സബ് ക്ലാസ്സിലേക്ക് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സ് ഒക്കെ ഡിഫർ ചെയ്ത് കൊടുക്കുക. അങ്ങോട്ടേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? ടെംപ്ലേറ്റ് മെത്തേഡ്. ടെംപ്ലേറ്റ് മെത്തേഡ് അതിനുള്ള യൂസ് ചെയ്യുക. ടെംപ്ലേറ്റ് ഉണ്ടാവും, അത് വെച്ചിട്ട് പുതിയത് ക്രിയേറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ് ക്ലാസ്സിലേക്ക് അൽഗോരിതത്തിൻ്റെ ഓരോ സ്റ്റെപ്സും ഡിഫർ ചെയ്യുന്നതിനാണ് ടെംപ്ലേറ്റ് മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് ദ വിസിറ്റർ. It defines a new operation to a class without change. ഒരു ക്ലാസ്സിന് ഒരു ചേഞ്ചും വരുത്താണ്ട് എക്സിസ്റ്റിംഗ് ക്ലാസ് ആസ് സച്ച് അതുപോലെ വെച്ചിട്ട് അതിലേക്ക് പുതിയൊരു ഓപ്പറേഷൻ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതാണ് എന്ത്? വിസിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ബിഹേവിയറൽ ഡിസൈൻ പാറ്റേൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസൈൻ പാറ്റേൺസിൽ ഈ 3 എണ്ണമാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നത്. നമ്മുടെ കണ്ടന്റ് ഉണ്ട്, അതുപോലെ സ്ട്രക്ചറൽ ഡിസൈൻ പാറ്റേൺസ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറൽ ഡിസൈൻ പാറ്റേൺസ്. ഓക്കെ, താങ്ക് യു.